ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴും നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാനും മോളും ഏട്ടനും കൂടി റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഒരു സ്ഥലം വരെ പോവുകയെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് മോളുടെ പിറന്നാളാണ് കേട്ടോ. നാൾ പ്രകാരം ഇന്ന് മോളുടെ പിറന്നാളാണ്. ശരിക്കും മാർച്ച് 12-നാണ് കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. പക്ഷെ നാളെ നോക്കുമ്പോൾ ഇന്നാണ്. അപ്പോൾ ഏട്ടൻ ലീവും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ രാവിലെ നമ്മളൊരു 6:30-ക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. 6:30-ക്ക് ഇറങ്ങുന്നുണ്ട്. നേരത്തെ പോയിട്ട് നേരത്തെ വരാമെന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും നാളെ വരുന്നത് എന്താ പറയുക വർക്കിംഗ് ഡേയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ അധികം അമ്പലത്തേക്ക് ഒരുമിച്ച് പോവാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും എന്താ പറയുക ലീവൊക്കെ ഇല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി അമ്പലത്തിൽ പോവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അടിമക്കാവായ പെരിങ്ങോട്ടുകാവിലേക്കാണ് കേട്ടോ പോണേ. നമ്മളെപ്പോഴും അധികം മാസത്തിലൊരിക്കൽ അങ്ങോട്ട് പോവാറുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് പിറന്നാളായതുകൊണ്ട് തന്നെ അവിടേക്ക് തന്നെ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിത് അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോളുടെ പിറന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ എന്താ പറയുക, പിറന്നാൾ എന്ന് പറയുമ്പോൾ നാൾ പ്രകാരമാണ് ഇന്ന്. അപ്പം നമ്മളിന്ന് ഓണം അങ്ങനെയൊന്നും വാങ്ങിക്കില്ല കേട്ടോ. ഇന്ന് സദ്യയൊക്കെ ചെറുതായിട്ട് വെക്കാന്നുള്ളൊരു പ്ലാനാണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലൊന്നുമില്ല, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായി തട്ടിക്കൂട്ടി ഒരു സദ്യയൊക്കെ ഒരുക്കാന്നുള്ള അങ്ങനെ ചെറിയൊരു സദ്യ ഒരുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അമ്പലത്തിലാണ്. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. നേരത്തെ തന്നെ വന്നതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ തൊഴുത് പുറത്തിറങ്ങി കേട്ടോ. എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഇവിടെ നമ്മുടെ പെരിങ്ങോട്ടുകാവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ചായക്കടയുണ്ട് കേട്ടോ പോണ വഴിക്ക്. അപ്പോൾ എപ്പോഴും അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോവാറ്. അങ്ങനെ നമ്മളിതാ തൊഴുതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതാ പുറത്തൊക്കെ പ്രദക്ഷിണം വെക്കുന്നുണ്ട്. വലിയ അമ്പലമാണ് കേട്ടോ പെരിങ്ങോട്ടുകാവ് എന്ന് പറയുന്നത്. കൊല്ലംകോടുന്ന് പിന്നെയും കുറച്ച് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇപ്പോൾ ആഴ്ചയിൽ ഒരു 2 വീഡിയോ 3 വീഡിയോ ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റുന്നില്ല കേട്ടോ. എഡിറ്റ് ചെയ്യാൻ എടുത്ത് വെക്കുന്നുണ്ട്, പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ ഇത് തന്നെ വന്നിട്ട് പിറന്നാൾ കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. ഞാൻ എന്നിട്ട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യണേ. അങ്ങനെ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. കുറേ വീഡിയോസൊക്കെ ഉണ്ട്, പക്ഷെ എഡിറ്റിംഗ് ആണ് നടക്കാത്തത് കേട്ടോ. അതിനുള്ള സമയം കിട്ടുന്നില്ല. പിന്നെ മോൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങാനായില്ലേ. മാർച്ച് 3-ന് SLC എക്സാം തുടങ്ങില്ല. അപ്പം അതിൻ്റെ അവൾ പഠിത്തത്തിലാണ്. അപ്പം ഇടയിൽ ഞാനും ഫോണും നോക്കിയിരുന്ന് അവൾക്ക് എന്താ പറയുക പഠിക്കാൻ ചിലപ്പോൾ ഒരു ഇതായിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ അധികം ഫോണിൽ എഡിറ്റിങ്ങിലോ അതിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഒന്നിനും സമയം കണ്ടെത്താത്തത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ആഴ്ചയിൽ ഒരു 4-5 വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു. എന്തായാലും മോളുടെ എക്സാമൊക്കെ നല്ല രീതിയിൽ കഴിയട്ടെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡെയിലി വ്ളോഗൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നല്ല ഫോണൊക്കെ വാങ്ങിക്കണം എന്നുണ്ട്. ഈ ഫോൺ അധികം ക്ലാരിറ്റി ഒക്കെ കുറവ് കിട്ടും. അപ്പോൾ കുറച്ച് നല്ല ഫോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ വീഡിയോസൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും വിചാരിക്കണം. അപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ ആയിട്ട് ഫോൺ വാങ്ങിക്കാവുന്ന ഒരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നോക്കട്ടെ. ഫോണൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ചായക്കടയിലെത്തിയിട്ടോ. എന്നിട്ടാ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഏട്ടൻ ഇഡ്ഡലി വാങ്ങിച്ചു, ഞാൻ നൂലുപുട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. ഞാൻ നൂലുപുട്ട് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ സോയാബീൻ കറിയായിരുന്നു കേട്ടോ. പിന്നെ മോളാണെങ്കിൽ ദോശ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ സുധിയൻ വാങ്ങിച്ചിട്ടോ. നല്ല മധുരമുള്ള അവിലൊക്കെ നനച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സുധിയനൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മളവിടുന്ന് ചായക്കും കടിയൊക്കെ കഴിച്ച് വീടെത്തിയതും കയ്യോടെ ഞാൻ ഷോപ്പൊന്ന് തുറന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഷോപ്പൊക്കെ തുറന്ന് വെച്ചിട്ട് പിന്നെ അടുക്കളയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഷോപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. 10 മണിയായിട്ടോ, 9-10 മണിയായിട്ടോ നമ്മൾ വീടെത്താനായിട്ട്. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ 7 മണിക്ക് കഴിഞ്ഞു. ഞാൻ വീട്ടിലുള്ളപ്പോൾ എപ്പോഴും 7 മണിക്ക് ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ അമ്പലത്തേക്കൊക്കെ പോയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി. അങ്ങനെ ഷോപ്പൊക്കെ തുറന്ന് വെച്ചു. പിന്നെ മോൾ അങ്ങനെ പഠിക്കാനിരുന്നു കേട്ടോ. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് മോള് പഠിക്കാനിരുന്നു.
പിന്നെ ഞാനിത് അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊരു സദ്യ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു സാമ്പാർ, ഒരു ഉപ്പേരി, പിന്നെ ഒരു പായസമൊക്കെ വെക്കണമെന്നുണ്ട്. പിന്നെ ഇഞ്ചിപ്പുളി വെക്കാൻ പറഞ്ഞു കേട്ടോ ഏട്ടൻ. അപ്പോൾ അതും വെക്കണം. ഞാനാണെങ്കിൽ പരിപ്പ് നേരത്തെ രാവിലെ പോകുമ്പോൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ പെട്ടെന്ന് വെക്കാമല്ലോ വിചാരിച്ചു. അങ്ങനെ ആ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ ഒരു പുതിയ രീതിയിലാണ് കേട്ടോ ഇപ്പോൾ വെക്കാറ്. ഇതുപോലെ വെക്കുമ്പോഴില്ലേ നല്ല അടിപൊളി ടേസ്റ്റും മണമൊക്കെ ഉണ്ട് കേട്ടോ. എണ്ണ ചൂടായ ശേഷം അതിൽ മുളക് പൊടിയും സാമ്പാർ പൊടി, കായം, ഉലുവ പൊടിച്ചത് എല്ലാം ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ അതിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കട്ടിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ കിട്ടും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ എന്താ പറയുക, കുറച്ചും കൂടി വിശദമായിട്ടുള്ള വീഡിയോ, സാമ്പാറിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഇനി ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ എടുക്കണത് കൊണ്ട് തന്നെ കാര്യമായിട്ട് എല്ലാം എന്താ പറയുക എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വിശദമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഇഡ്ഡലിക്കോ ചോറിനോ ദോശയ്ക്കോ എന്തിനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. അങ്ങനെ സാമ്പാർ വെച്ച് കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മൾ ക്യാബേജ് ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. മോൾക്ക് ക്യാബേജാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ക്യാബേജ് ഉപ്പേരി വെക്കുകയാണ്. പച്ചമുളകും കുറച്ച് ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ ചൂടാക്കി ഡ്രൈ ആക്കി എടുത്തു. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എന്താ പറയുക ക്യാരറ്റ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇഞ്ചിപ്പുളി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ നമ്മളിതാ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചിപ്പുളിയുടെ മണം എന്താ കേട്ടാൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഓണമാണ് കേട്ടോ. ഓണത്തിനല്ലേ നമ്മുടെ ഇഞ്ചിപ്പുളി നാരങ്ങ എല്ലാവരുടെ ഒരു മണം. എനിക്ക് എപ്പോഴും അങ്ങനെ കേട്ടോ, ഇഞ്ചിപ്പുളിയുടെ മണം വന്നപ്പോൾ ഓണത്തിൻ്റെ ഒരു എന്താ പറയുക ഓർമ്മയാണ് കേട്ടോ വരിക. അങ്ങനെ ഞാനിതാ ഇഞ്ചിപ്പുളിയൊക്കെ വെക്കുന്നുണ്ട്. കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. കായവും ഉലുവപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി മണമായിട്ടുള്ള ഇഞ്ചിപ്പുളി കേട്ടോ. ശർക്കര ഇടണം, നല്ല മധുരവും വേണം കേട്ടോ. മധുരവും പുളിയും കുറച്ച് എരിവും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോണേ. ആ കായൻ്റെ ഉപ്പിൽ പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഓട്ട ഒന്നും കൂടി ഇത്തിരി വലുതാക്കി കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് വീഴും പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു കേട്ടോ. കുറച്ച് കായപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വറുത്ത് പൊടിച്ച് വെച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഉപ്പും ആവശ്യത്തിന് ആ സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഓൾറെഡി പുളിയൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെക്കുന്നില്ല, കുറച്ചേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വെക്കുകയാണെങ്കിൽ നിറയെ പുളിയെടുത്ത് പിഴിഞ്ഞൊക്കെ വെക്കണം. പിന്നെ ഒരുപാട് സമയവും ആവും കേട്ടോ. അപ്പം ഇന്ന് സമയവും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെക്കുകയല്ലേ എല്ലാം. നമ്മൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ തന്നെ സമയമായി. പിന്നെ ഷോപ്പൊക്കെ തുറന്നു. പിന്നെ ഇടയിൽ അവിടെ കസ്റ്റമർ വന്നപ്പോൾ അങ്ങോട്ട് പോയി. ആ തിരക്കും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മളിവിടെ സദ്യ ഒരുക്കണത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സദ്യയാണ് കേട്ടോ ഒന്ന്. അങ്ങനെ ഇതാ നമ്മുടെ ഇഞ്ചിപ്പുളിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, പുളി നല്ല പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ലൂസായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചൂടാക്കി ശർക്കരയൊക്കെ ഇടുമ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. കുറച്ച് തിക്കായിട്ട്, ഒരുപാട് ലൂസല്ല ഒരുപാട് കട്ടിയല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ വിചാരിച്ച ലെവലിൽ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡിയാവും കേട്ടോ. അപ്പോൾ ശർക്കര ഞാനിതാ ഇടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിന്ന് സാമ്പാർ വെച്ച് കഴിഞ്ഞു, ക്യാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇഞ്ചിപ്പുളി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ് കേട്ടോ. അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അങ്ങനെ ഇഞ്ചിപ്പുളിയൊക്കെ റെഡിയായി സെറ്റാക്കി കഴിഞ്ഞു. ഇതാ അടുത്തായിട്ട് നമ്മൾ എന്താ വെക്കുന്നത്, പായസമാണ് കേട്ടോ. പാലടയാണ് വെക്കുന്നത് കേട്ടോ. പാലട പായസമാണ് വെക്കുന്നത്. അപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് ഇതാ അടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പകുതിയിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുത്ത്, ഫസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പാലട പായസം റെഡിയായി. മോൾക്കാണെങ്കിൽ പാലട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊന്നും എനിക്ക് വെക്കാൻ അറിയില്ല കേട്ടോ. ഞാനത് ആദ്യമായിട്ടാണ് പാലടയൊക്കെ വെക്കുന്നത്. അധികം സേമിയ പായസമാണ് വെക്കാറ്, അതാവുമ്പോൾ പെട്ടെന്നാവുമല്ലോ. പക്ഷെ ഇതും അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ വെച്ച് വരുമ്പോൾ എന്തായെന്നറിയോ, ഭയങ്കര കട്ടിയായിട്ടോ.
ഓഫാക്കി വെച്ചതും ചൂടാറിയപ്പോൾ എന്തായി നല്ല കട്ടിയായിട്ട് വന്നു. പിന്നെ അതിൽ കുറേ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു, സാരിയൊക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കി എടുത്തു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പപ്പടം കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇലയിൽ പായസമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കുഴച്ച് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാനും പപ്പടം വെച്ച് കഴിച്ചു. ഞാൻ കഴിക്കുന്നിട്ട് മോൾക്കും ഭയങ്കര ആശ കേട്ടോ പപ്പടം വെച്ച് കഴിക്കാൻ. പിന്നെ അവളും ഒരു പപ്പടമൊക്കെ വെച്ചിട്ട് കഴിച്ച് നോക്കി. പക്ഷെ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുറച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഭയങ്കര തിക്കായിട്ട് വന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ചോറ് വിളമ്പാനല്ല മുറിക്കാൻ പോയതാട്ടോ തൊടിയിൽ. വാഴയിലയിൽ കഴിക്കണമല്ലോ, സദ്യയല്ലേ, പിറന്നാളും ആണല്ലോ. അപ്പോൾ പിറന്നാൾ സദ്യ നമുക്ക് വാഴയിലയിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇതാ വാഴയില മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും ബാക്കിൽ പോയി ഇതാ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇലയൊക്കെ കാറ്റത്തില്ലേ, ഫുള്ളായിട്ട് കയറി കിടക്കണം കേട്ടോ. ഇലയാണെങ്കിൽ നിറയുണ്ട്, വാഴ നിറയുണ്ട് കേട്ടോ. അപ്പോൾ ഇലയാണെങ്കിൽ എല്ലാം കീറിയിട്ടിരിക്കല്ലേ. അപ്പം നല്ലത് നോക്കി, അത് മേലെയായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ 2-3 എണ്ണം മുറിച്ചിട്ട് വന്നു. അങ്ങനെ ഇതാ ഏട്ടൻ പായസമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കുകയാണ്. അപ്പം ഞാനിതാ ലാസ്റ്റായിട്ട് പപ്പടം കൂടി വറുക്കുകയാണ് കേട്ടോ. അപ്പം അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഏട്ടൻ കുറച്ച് എന്താ പറയുക പായസം കട്ടിയായി എന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ കുടിച്ചപ്പോൾ ഫസ്റ്റ് ചൂടോടെ കുടിക്കുമ്പോൾ അത്രയ്ക്ക് കുഴപ്പമില്ല, ചൂടാറുമ്പോഴാണ് കേട്ടോ അത് നല്ല കട്ടിയായി വന്നത്. പിന്നെ അത് അങ്ങനെ ചൂടിലൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ഒരുവിധം. അങ്ങനെ ഇതാ നമ്മുടെ എന്താ പറയുക മോളുടെ പിറന്നാൾ സദ്യ റെഡിയായി. ഇതാ ചോറ്, സാമ്പാർ, പപ്പടം, പിന്നെ മാങ്ങ അച്ചാറിട്ടു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല. മാങ്ങ അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഇഞ്ചിപ്പുളി, ക്യാബേജ് ഉപ്പേരി, പിന്നെ ഇതാ നമ്മുടെ പായസം. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്കും എന്താ പറയുക സമയം 1:30 ആയിട്ടോ. അപ്പോൾ ഞാനും മോളും ഏട്ടനും കൂടി കഴിക്കാൻ റെഡിയായി ഹാളിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഹാളിൽ നിലത്ത് ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്തും മോളുടെ അടുത്തും കൂടി കഴിക്കാനിരിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടൻ വിളമ്പിത്തരാൻ ഞങ്ങളുടെ അടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ കട തുറന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഷോപ്പിൽ ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് പോകണ്ടേ, അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാൻ എന്നാൽ ശരിയാവില്ലല്ലോ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മോളുടെ അടുത്ത് ഏട്ടൻ ആദ്യം തന്നെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അതാ ഏട്ടൻ എല്ലാ കറികളും എല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണമ്മ ചേച്ചിയാണെങ്കിൽ സമയം 2 മണി ആയാലേ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാനും മോളും കൂടിയിട്ട് പിറന്നാൾ സദ്യയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗായിരുന്നു. നമ്മൾ അമ്പലത്തിൽ പോയത്, മോളുടെ പിറന്നാൾ വിശേഷങ്ങളും എല്ലാം ആയിട്ടൊരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.